അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെ എല്ലാ അതിരുകളെയും നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള കടുത്ത സൈനിക നീക്കങ്ങൾക്കാണ് പശ്ചിമേഷ്യ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചരിത്രപരമായ സമാധാന ചട്ടക്കൂടിന്റെ അന്തിമ വ്യവസ്ഥകൾ രൂപപ്പെടുത്താൻ നയതന്ത്ര പ്രതിനിധികൾ അണിയറയിൽ തീവ്ര ശ്രമം നടത്തുന്നതിനിടയിലാണ് തെക്കൻ ലെബനനിൽ വീണ്ടും ഒരു വൻ യുദ്ധത്തിന് തിരികൊളുത്തിക്കൊണ്ട് സ്ഫോടനാത്മകമായ സാഹചര്യങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. സമാധാന ചർച്ചകൾ അതിന്റെ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കെ ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് നേരെ ഇറാൻ സഖ്യകക്ഷിയായ ഹിസ്ബുള്ള നടത്തിയ മിസൈൽ വർഷം പശ്ചിമേഷ്യ വീണ്ടും ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ രൂപപ്പെട്ടുവന്ന US-ഇറാൻ സമാധാന കരാർ മേഖലയിൽ വലിയ പ്രതീക്ഷകൾ നൽകിയിരുന്ന സമയത്താണ് ഈ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ലെബനന്റെ പരമാധികാര അതിർത്തിക്കുള്ളിൽ കടന്ന് സൈനിക നടപടികൾ തുടരുന്ന ഇസ്രയേൽ സൈനികരെ ലക്ഷ്യമിട്ടാണ് ഹിസ്ബുള്ള ഒരേ സമയം നൂറുകണക്കിന് റോക്കറ്റുകൾ വർഷിച്ചത്. ലെബനൻ അതിർത്തിയിൽ നിന്നും ഇസ്രയേൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനങ്ങൾക്ക് മറുപടിയായാണ് തങ്ങൾ ഈ ആക്രമണം നടത്തിയതെന്ന് ഹിസ്ബുള്ള വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇസ്രയേൽ സൈന്യം തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ ആയുധമെടുത്ത് പോരാടുകയല്ലാതെ മറ്റു വഴികളില്ല എന്നാണ് അവരുടെ നിലപാട്. ആക്രമണം ഉണ്ടായ ഉടൻ തന്നെ ഇസ്രയേലിന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാവുകയും ആകാശത്ത് വെച്ച് തന്നെ ഭൂരിഭാഗം റോക്കറ്റുകളും തകർക്കുകയും ചെയ്തു. ഹിസ്ബുള്ളിയുടെ മിസൈൽ മഴയാൽ തങ്ങളുടെ സൈനികർക്കാർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ലെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. തങ്ങൾക്ക് നേരെയുണ്ടായ കനത്ത ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രയേൽ സൈന്യം ശക്തമായി തിരിച്ചടി ആരംഭിച്ചു. ഹിസ്ബുള്ളിയുടെ മിസൈൽ ലോഞ്ചറുകൾ സ്ഥിതി ചെയ്യുന്ന തെക്കൻ ലെബനനിലെ താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ വ്യോമസേന അതിശക്തമായ ബോംബാക്രമണമാണ് നടത്തിയത്. മിസൈലുകൾ വിക്ഷേപിച്ച കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെടുമ്പോൾ ഇസ്രയേലിന്റെ ഈ വ്യോമാക്രമണങ്ങൾ ലെബനനിലെ സാധാരണക്കാരുടെ ജനജീവിതത്തെ വീണ്ടും ദുസ്സഹമാക്കിയിരിക്കുകയാണ്. വാഷിംഗ്ടണിൽ വലിയ നയതന്ത്ര വിജയമായി ആഘോഷിക്കപ്പെട്ട US-ഇറാൻ കരാറിന് ഈ സംഭവം വലിയൊരു പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇറാനുമായി ഒരു സമാധാന ചട്ടക്കൂട് ഉണ്ടാക്കിയാൽ മാത്രം പശ്ചിമേഷ്യയിൽ സമാധാനം പുലരില്ലെന്ന യാഥാർത്ഥ്യം ഡൊണാൾഡ് ട്രംപിനും ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഇത്തരം ആക്രമണങ്ങളെ വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അമേരിക്ക ഇറാന് മേലെ ഏർപ്പെടുത്തിയിരിക്കുന്ന സമ്മർദ്ദങ്ങൾ ശക്തമാക്കണമെന്നും തങ്ങളുടെ സൈന്യത്തിന് നേരെ കൈവയ്ക്കാൻ നോക്കുന്ന ശക്തികളെ വെറുതെ വിടില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളിയുടെ ഈ നീക്കം ടെഹ്റാന്റെ അറിവോടെയാണോ അതോ സ്വതന്ത്രമായി എടുത്ത തീരുമാനമാണോ എന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര നിരീക്ഷകർക്കിടയിൽ ഭിന്നതയുണ്ട്. ഇറാൻ US-ഉമായി സമാധാന ചർച്ചകളിൽ ഏർപ്പെടുമ്പോഴും തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് ഇസ്രയേലിന് മേൽ സമ്മർദ്ദം നിലനിർത്താൻ ശ്രമിക്കുകയാണെന്ന ആരോപണവും ശക്തമാണ്. മേഖലയിൽ തുടരുന്ന ഈ സൈനിക ഏറ്റുമുട്ടലുകൾ പശ്ചിമേഷ്യ മൊത്തത്തിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭീതിയിലാണ് അയൽ രാജ്യങ്ങൾ. സിറിയ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ അതീവ ജാഗ്രതയിലാണ്. അതിർത്തികളിൽ സൈനിക വിന്യാസം കൂട്ടാനും വ്യോമപാതകളിൽ കനത്ത നിരീക്ഷണം ഏർപ്പെടുത്താനും ഈ രാജ്യങ്ങൾ നിർബന്ധിതരായിരിക്കുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ ഈ പുതിയ സൈനിക സംഘർഷം വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സമാധാന കരാറിന്റെ വാർത്തകൾ പുറത്തു വന്നപ്പോൾ നേരിയ തോതിൽ ഇടിഞ്ഞ എണ്ണവില ഈ ആക്രമണത്തോടെ വീണ്ടും ഉയരാൻ തുടങ്ങി. ചെങ്കടൽ, ഹോർമുസ് പാതകളുടെ സുരക്ഷിതത്വങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും സജീവമായത് ആഗോള വിപണികളിൽ ഇടിവുണ്ടാക്കാൻ കാരണമായി. സാമ്പത്തിക വിദഗ്ധർ പശ്ചിമേഷ്യൻ സംഭവ വികാസങ്ങളെ അതീവ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. ഐക്യരാഷ്ട്രസഭയും ഈ വിഷയത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരു വിഭാഗവും എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ പാലിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാകണമെന്നും UN വക്താക്കൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഭൂമിയിലെ യാഥാർത്ഥ്യങ്ങൾ അന്താരാഷ്ട്ര സംഘടനകളുടെ ആഹ്വാനങ്ങൾക്ക് തികച്ചും വിപരീതമാണ്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയ എതിരാളികൾ ഈ വിഷയത്തെ അദ്ദേഹത്തിനെതിരെയുള്ള ആയുധമാക്കി മാറ്റിക്കഴിഞ്ഞു. ട്രംപിന്റെ നയതന്ത്ര ചർച്ചകൾ വെറും പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണെന്നും പശ്ചിമേഷ്യയിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. US-ഇറാൻ സമാധാന ചട്ടക്കൂട് പശ്ചിമേഷ്യയിൽ ഒരു പുതിയ പ്രത്യാശ നൽകിയിരുന്നെങ്കിലും ഹിസ്ബുള്ളിയുടെ ഈ ആദ്യത്തെ കനത്ത ആക്രമണം ആ പ്രതീക്ഷകൾക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. ഇസ്രയേലിന്റെ കടുത്ത തിരിച്ചടിയും ഹിസ്ബുള്ളിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും മേഖലയെ വീണ്ടും ഒരു ചോരപ്പുഴയിലേക്ക് നയിക്കുമോ എന്ന ഭീതിയിലാണ് ലോകം. നയതന്ത്രത്തിന്റെ മേശപ്പുറത്ത് ചർച്ചകൾ നടക്കുമ്പോഴും അതിർത്തികളിൽ മിസൈലുകൾ പെയ്യുന്ന പശ്ചിമേഷ്യൻ യാഥാർത്ഥ്യം വരും ദിവസങ്ങളിൽ കൂടുതൽ സങ്കീർണമാകാനാണ് സാധ്യത.